ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചതൊക്കെ തെറ്റായി വന്നേക്കാം. അതെ, നമ്മൾ പഠിച്ചത് പ്രകാരം നമ്മുടെ സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളുണ്ടല്ലേ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. പക്ഷേ ശാസ്ത്രജ്ഞർ പറയുന്നു, അതായത് 9ാമതൊരു ഗ്രഹം കൂടി ഉണ്ടായേക്കാം. ഇത് പ്ലൂട്ടോനെ പറ്റിയല്ല കേട്ടോ. ഓക്കെ, നമുക്ക് ആ ഒരു മിസ്റ്റീരിയസ് ഹിഡൻ ജയന്റ് പ്ലാനറ്റിനെ പറ്റി നോക്കാം. വരൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഇടാൻ സഹായിക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു മിസ്റ്റീരിയസ് ഹിഡൻ ജയന്റ് പ്ലാനറ്റ്, അത് എവിടെയാണ്? എന്തുകൊണ്ട് നമുക്കതിനെ കാണാൻ കഴിയുന്നില്ല? കഥ തുടങ്ങുന്നത് 2016 കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതായത് കാൽടെക്കിലെ 2 ആസ്ട്രോണോമേഴ്സ്, ഡോക്ടർ കോൺസ്റ്റന്റൈൻ ബാറ്റിഞ്ചിനും ഡോക്ടർ മൈക്ക് ബ്രൗണും നെപ്റ്റ്യൂണിന് അപ്പുറത്തുള്ള ഒരു ഐസി ഒബ്ജക്റ്റിനെ പറ്റി പഠിക്കുമായിരുന്നു. ഈ ഏരിയ പൊതുവെ വിളിക്കുന്നത് ക്യൂപ്പർ ബെൽറ്റ് എന്നാണ്. അതായത് ഇവിടെ ആയിരക്കണക്കിന് ചെറിയ ഐസ് ഒബ്ജക്ട്സ് ഉണ്ട്, അതായത് ആസ്ട്രോയിഡ്സ്, ഡ്വാർഫ് പ്ലാനറ്റ്സ്, കൊമറ്റ്സ് ഇതുപോലുള്ള. ശാസ്ത്രജ്ഞന്മാർ ഇവിടെ ഈ സ്മോൾ ഒബ്ജക്ട്സിനെ പറ്റി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതിൻ്റെ മെയിൻലി ഓർബിറ്റൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തോ വിചിത്രമായ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് 6 വ്യത്യസ്ത ഒബ്ജക്റ്റുകൾ വളരെ അകലെയുള്ളവയാണ്, എല്ലാം ഒരേ ദിശയിലേക്ക് ടിൽറ്റഡായി ഓർബിറ്റ് ചെയ്യുന്നു. ഇതൊരു കോയിൻസിഡൻസ് ആകാനുള്ള സാധ്യത ശാസ്ത്രജ്ഞന്മാർ കാൽക്കുലേറ്റ് ചെയ്തു. അത് ഏകദേശം 0.007% ആയിരുന്നു. അതായത് ഇതൊരു റാൻഡം അല്ല, ഏതോ ഒരു ഒബ്ജക്റ്റ് ഇതിനെ പുള്ള് ചെയ്യുന്നു. ഏതോ ഒരു വലിയൊരു ഒബ്ജക്റ്റ്, എന്തോ ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ്. അതെ, അവിടെയാണ് പ്ലാനറ്റ് 9ൻ്റെ തുടക്കം. സയൻറ്റിസ്റ്റിൻ്റെ കാൽക്കുലേഷൻ പ്രകാരം ഭൂമിയേക്കാൾ 5 മുതൽ 10 ഇരട്ടി വലിപ്പം, ഏകദേശം നെപ്റ്റ്യൂണിനോളം വലിപ്പം, ഭൂമിയുടെ മാസിനേക്കാളും 5 മുതൽ 10 ഇരട്ടി ഭാരം. സൂര്യനിൽ നിന്ന് ഏകദേശം 600 മുതൽ 1200 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അകലെയാണ് ഇതിൻ്റെ ദൂരം. അതായത് ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലമാണ്. അതായത് നെപ്റ്റ്യൂണിനേക്കാൾ 20 ഇരട്ടി ദൂരെ. സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റാൻ, അതായത് വലയം വെക്കാൻ ഏകദേശം 10,000 മുതൽ 20,000 വരെ വർഷമെടുക്കും. ചിന്തിച്ച് നോക്കൂ, മനുഷ്യ നാഗരികത തുടങ്ങിയിട്ട് ഏകദേശം 10,000 വർഷമോളം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രഹം ഇപ്പോൾ സൂര്യനെ ഒരു പ്രാവശ്യം പോലും നമ്മുടെ കാലയളവിൽ ചുറ്റിയിട്ടില്ല എന്നാണ് സാരം. ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏകദേശം -226 ഡിഗ്രി. അതായത് നിങ്ങൾക്ക് കണക്കൂട്ടാൻ പറ്റുമല്ലോ. അതായത് സൂര്യപ്രകാശം ഏതാണ്ട് എത്താത്ത ഒരിടം, പൂർണ്ണമായും ഇരുണ്ട തണുത്തുറഞ്ഞൊരു ലോകം. അറ്റ്മോസ്ഫിയർ, ഹൈഡ്രജൻ, ഹീലിയം ഗ്യാസസ്, അതായത് നെപ്റ്റ്യൂണിനെ പോലെ തന്നെ ഒരു ഐസി ജയന്റ് ആവാനുള്ള സാധ്യത. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് വരാം, അതായത് ഇത്ര വലിയൊരു ഗ്രഹം അത് എന്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല? അതൊരു വലിയൊരു ചോദ്യമാണ്. അതിന് 3 കാരണങ്ങളാണ് പറയുന്നത്. ആദ്യത്തേത് അതിൻ്റെ ദൂരം തന്നെയാണ്. പ്ലാനറ്റ് 9 വളരെ ദൂരെയാണ്. അതായത് നമ്മുടെ ഏറ്റവും പവർഫുള്ളായ ടെലിസ്കോപ്പിന് പോലും ഇത്രയും ദൂരെയുള്ള ഡാർക്ക് ഒബ്ജക്ട്സിനെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. രണ്ടാമത് പറയുന്നത് ഇരുട്ട് തന്നെയാണ്. അതായത് പ്ലാനറ്റ് 9 സ്വന്തമായി പ്രകാശിക്കാൻ കാരണമില്ല, കാരണം അതൊരു നക്ഷത്രമല്ലല്ലോ. അപ്പോൾ അത് പ്രകാശം നമ്മളിലേക്ക് എത്തണമെങ്കിൽ സൂര്യപ്രകാശം അതിൽ റിഫ്ലക്റ്റ് ചെയ്യണം. പക്ഷേ പ്ലാനറ്റ് 9 ഇത്രയും ദൂരെ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള സൂര്യപ്രകാശം, അതായത് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സൂര്യപ്രകാശം അത്രയും കുറവാകാനാണ് സാധ്യത. മൂന്നാമത്തത് സെർച്ച് ഏരിയ തന്നെയാണ്. അതായത് പ്ലാനറ്റ് 9 എവിടെയാണെന്ന് എക്സാക്റ്റായി നമുക്ക് പറയാൻ കഴിയത്തില്ല. അതായത് സയൻറ്റിസ്റ്റിന് ജസ്റ്റ് അപ്രോക്സിമേറ്റ് ഒരു ഏരിയ കണക്ക് മാത്രമേ അറിയാവൂ. ആ ഒരു ചെറിയ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തടത്തോളം വലിപ്പമുള്ളൊരു സ്ഥലമാണ്. സോ അവിടെ നമ്മുടെ ടെലിസ്കോപ്സ് ആ മുഴുവൻ സ്കൈ സ്കാൻ ചെയ്യാൻ തന്നെ വർഷങ്ങൾ എടുക്കും എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല, പ്ലാനറ്റ് 9 സാവധാനത്തിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ, ഇതിൻ്റെ ഇടയിൽ ഇത് നീങ്ങിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ എല്ലാ സയൻറ്റിസ്റ്റും പ്ലാനറ്റ് 9 തിയറിയോട് അഗ്രി ചെയ്യുന്നില്ല, കാരണം അതിന് ചില ഓൾട്ടർനേറ്റീവ് തിയറികൾ പലരും പറയുന്നുണ്ട്. അതിൽ പ്രധാനമായുള്ള 3 തിയറീസാണ്. അതിൽ ഒന്നാമത്തെ തിയറി എന്ന് പറയുന്നത് ഇതൊരു വലിയ ഗ്രഹമല്ലെന്നും പല ചെറിയ ഒബ്ജക്ട്സ് കൂടിച്ചേർന്നിരിക്കുന്ന ഒരു വലിയൊരു കമ്പൈൻഡ് ഗ്രാവിറ്റി എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്നുള്ളതാണ്. രണ്ടാമത് പറയുന്ന തിയറിയിൽ പ്രകാരം ഇതൊരു പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോൾ ആകാനുള്ള സാധ്യതയാണ് പറയുന്നത്. അതായത് ഏകദേശം ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ വലിപ്പമുള്ള ഒരു മിനിയേച്ചർ ബ്ലാക്ക് ഹോൾ. അതായത് ഭൂമിയോട് 5 മുതൽ 10 ഇരട്ടി മാസ് വരെ ഉള്ളതും വലിപ്പം വളരെ ചെറുതുമായിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോൾ.
പക്ഷേ ഈ ഒരു തിയറിക്ക് വലിയ ബാക്കിംഗ് ഇല്ല. കാരണം പറയാൻ പറ്റുമല്ലോ, അതായത് ഒരു ബ്ലാക്ക് ഹോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ എന്തുമാത്രം ഭയാനകമായ ഒരു കാര്യം, അത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതൊന്നും അല്ലാത്ത ഒരു തിയറിയാണ് മൂന്നാമത്. അതായത് അവിടെ ഒന്നുമില്ലെന്നും ഇത് കോയിൻസിഡൻസ് മാത്രമാണെന്നും ആണ്. പക്ഷെ അതിനുള്ള ചാൻസ് കാൽക്കുലേഷൻസുകൾ പ്രകാരം വളരെ വളരെ കുറവാണ്. ഇപ്പോൾ കറൻലി നമ്മുടെ ഈ ഒരു പ്ലാനറ്റ് 9 പറ്റി തിരയാനുള്ള സ്റ്റഡീസും കാര്യങ്ങളും വളരെ കൂടുതലാണ്. അതായത് സുബാരു ടെലിസ്കോപ്പ്, ഹവായിലെ സുബാരു ടെലിസ്കോപ്പ്, ചിലിയിലെ വെറാർ, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയ ടെലിസ്കോപ്പായ ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. ഈ 3 പവർഫുൾ ടെലിസ്കോപ്പുകളും ഈ ഒരു പ്ലാനറ്റ് 9 വേണ്ടിയുള്ള തിരച്ചിലുകൾ ഇപ്പം ഊർജ്ജമായി നടക്കുന്നുണ്ട്. ഇതിൽ തന്നെ വെറാ റൂബിൻ ടെലിസ്കോപ്പ്, അതായത് വെറാ റൂബിൻ ഒബ്സർവേറ്ററിയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. കാരണം ഇത് ഓപ്പറേഷൻ ആയാൽ രാത്രി മുഴുവൻ സ്കൈ സ്കാൻ ചെയ്യാനായിട്ട് ഇതിന് കഴിയും. അതായത് പ്ലാനറ്റ് 9 യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ ഏകദേശം അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ അവയെ കണ്ടെത്താൻ സാധ്യമാകുന്ന വിധമുള്ളൊരു പവർഫുൾ ആയിട്ടുള്ള ഒബ്സർവേറ്ററിയാണ് വെറാ റൂബിൻ ഒബ്സർവേറ്ററി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഇതേപ്പറ്റിയോ അല്ലെങ്കിൽ പുതിയ വീഡിയോസ് എന്തെങ്കിലും സജഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.